അധ്യായം 84 അൽ ഇൻഷിഖാഖ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 25. നാമം. പ്രഥമ സൂക്തത്തിലെ ഇൻഷഖത്ത് എന്ന പദത്തിൽ നിന്നുള്ളതാണ് ഈ നാമം. ഇൻഷിഖാഖ് മൂലപദമാകുന്നു. പിളരൽ എന്നർത്ഥം. ആകാശം പിളരുന്നതിനെ പരാമർശിക്കുന്ന സൂറ എന്നാണ് നാമകരണത്തിന്റെ താൽപര്യം. അവതരണകാലം. ഇതും പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറകളിൽ ഒന്നാകുന്നു. ഈ സൂറ അവതരിക്കുമ്പോഴും അവിശ്വാസികൾ പ്രവാചകനെതിരെ മർദ്ദന പീഡനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഖുർആനിക ആശയങ്ങളെ മക്കാവാസികൾ അടച്ചു നിഷേധിക്കുന്നുവെന്ന് മാത്രം. ഒരിക്കൽ ഈ ലോകം അവസാനിച്ചു പോകുമെന്നും തങ്ങൾ ദൈവത്തിനു മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാകേണ്ടി വരുമെന്നും അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ഉള്ളടക്കം. അന്ത്യനാളും പരലോകവുമാണ് ഇതിലെ പ്രമേയങ്ങൾ. ആദ്യത്തെ 5 സൂക്തങ്ങളിൽ അന്ത്യനാളിൽ സംജാതമാകുന്ന അവസ്ഥാവിശേഷങ്ങൾ വിവരിച്ചതോടൊപ്പം അത് യാഥാർത്ഥ്യമാണെന്നതിനുള്ള തെളിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. അന്ത്യനാളിൽ ആകാശം പൊട്ടിപ്പിളരും. ഭൂമി നിരന്ന മൈതാനമായി പരന്നുകിടക്കും. ഭൂമിക്കകത്തുള്ള മൺമറഞ്ഞ മനുഷ്യരുടെ ശരീരഘടകങ്ങളും അവരുടെ കർമ്മങ്ങളുടെ സാക്ഷ്യങ്ങളും അത് പുറത്തേക്കെറിയും. അതിനകത്ത് യാതൊന്നും അവശേഷിക്കുകയില്ല. അതുതന്നെയായിരിക്കും ആകാശത്തോടും ഭൂമിയോടും അവയുടെ നാഥൻ കൽപ്പിക്കുക എന്നാണ് അതിന് തെളിവായി പറയുന്നത്. രണ്ടും അവന്റെ സൃഷ്ടികളാകയാൽ അവയ്ക്കവന്റെ ആജ്ഞയെ ധിക്കരിക്കാനാവില്ല. തങ്ങളുടെ സ്രഷ്ടാവിന്റെ ആജ്ഞകൾ അനുസരിക്കുക അവയുടെ കടമ തന്നെയാണ്. അനന്തരം 6 മുതൽ 19 വരെ സൂക്തങ്ങളിൽ പറയുന്നു, മനുഷ്യന് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തന്റെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാവേണ്ട സ്ഥലത്തേക്ക് ഇച്ഛാപൂർവമോ അല്ലാതെയോ ചെല്ലേണ്ടി വരിക തന്നെ ചെയ്യും. പിന്നെ മനുഷ്യർ 2 വിഭാഗമായി വേർതിരിക്കപ്പെടുന്നു. കർമ്മപുസ്തകം വലതുകൈയിൽ ലഭിക്കുന്നവരാണ് ഒരു വിഭാഗം. അവർ രൂക്ഷമായ വിചാരണയ്ക്ക് വിധേയരാകാതെ മാപ്പ് നൽകപ്പെടുന്നു. കർമ്മപുസ്തകം ഇടതുകൈയിൽ ലഭിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. തങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നവർക്ക് തോന്നും. പക്ഷേ അവർ മരിക്കുകയില്ല. നരകത്തിൽ എറിയപ്പെടുകയായിരിക്കും ചെയ്യുക. അള്ളാഹുവിന്റെ മുന്നിൽ ഒരിക്കലും ഹാജരാകേണ്ടി വരില്ല എന്ന തെറ്റിദ്ധാരണയിൽ ആണ്ടുപോയതാണ് അവരുടെ ദുരന്തത്തിന് കാരണം. അവരുടെ റബ്ബ് അവരുടെ എല്ലാ കർമ്മങ്ങളും കാണുന്നുണ്ടായിരുന്നു. സ്വന്തം കർമ്മങ്ങൾ വിചാരണാ വിധേയമാകുന്നതിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടാൻ ഒരു ന്യായവും ഉണ്ടായിരുന്നില്ല. അവസാനമായി ഖുർആൻ കേട്ടിട്ട് അതിനു മുമ്പിൽ തലകുനിക്കുന്നതിന് പകരം അതിനെ തള്ളിപ്പറയാൻ തുനിയുന്ന അവിശ്വാസികൾക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വിശ്വാസം കൈക്കൊണ്ട് സച്ചരിതരാകുന്നവർക്ക് അറ്റമില്ലാത്ത പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന ശുഭവാർത്തയും നൽകിയിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. إذا السماء انشقت ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. وأذنت لربها وحقت അതിന്റെ നാഥന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ. കൽപ്പന പാലിക്കാൻ അത് കടപ്പെട്ടിരിക്കുന്നു. അദിനത് ലി റബ്ബിഹ എന്നാണ് ആയത്തിൽ ഉപയോഗിച്ച വാക്ക്. അത് തന്റെ നാഥന്റെ കൽപ്പന കേട്ടു എന്നാണ് അതിന്റെ വാക്കർത്ഥം. അറബി ഭാഷാ പ്രയോഗമനുസരിച്ച് അദിന ലഹു എന്നതിന് കൽപ്പന കേട്ടു എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. കൽപ്പന കേട്ട് ഒരാജ്ഞാനുവർത്തിയെപ്പോലെ അത് പ്രാവർത്തികമാക്കി ഒട്ടും ധിക്കരിച്ചില്ല എന്നാണ് പൂർണ്ണമായ ആശയം. وإذا الأرض مدت ഭൂമി നിരപ്പാക്കപ്പെടുമ്പോൾ. ഭൂമി നിരത്തപ്പെടുക എന്നതിന്റെ താൽപര്യം ഇതാണ്. നദികളും സമുദ്രങ്ങളും നിരത്തപ്പെടുകയും പർവ്വതങ്ങൾ ഇടിച്ചു പൊടിച്ച് ചിതറപ്പെടുകയും ഭൂമിയിലെ എല്ലാ നിമ്നോന്നതങ്ങളും തട്ടി നിരത്തി ഒരു നിരന്ന മൈതാനമാക്കപ്പെടുകയും ചെയ്യും. സൂറ ത്വാഹ 106, 107 സൂക്തങ്ങളിൽ ഈ അവസ്ഥയെ അവതരിപ്പിച്ചതിങ്ങനെയാണ്. ഭൂമിയെ ഒരു നിമ്നോന്നതിയും വക്രതയും കാണാത്തവണ്ണം നിരന്ന മൈതാനമാക്കുന്നതാകുന്നു. റസൂൽ തിരുമേനി പ്രസ്താവിച്ചതായി ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ജാബിർ ബിൻ അബ്ദില്ല മുഖേന ഉദ്ധരിക്കുന്നു. അന്ത്യനാളിൽ ഭൂമി ഒരു മേശവിരിപ്പെന്നോണം നിവർത്തപ്പെടും. അപ്പോൾ മനുഷ്യർക്കതിൽ പാദമൂന്നാനുള്ള സ്ഥലമുണ്ടാകും. ഇത് മനസ്സിലാക്കാൻ അന്ന് ആദിപിതാവ് മുതൽ അന്തിമ മനുഷ്യൻ വരെയുള്ള എല്ലാവരും പുനരുജ്ജീവിച്ചെഴുന്നേറ്റ് ദൈവിക കോടതിയിൽ ഹാജരാകുമെന്ന വസ്തുത ഓർത്തിരിക്കേണ്ടതാണ്.
ഇത്ര വലിയ ജനസംഖ്യ ഒത്തുകൂടാൻ സമുദ്രങ്ങളും നദികളും വനങ്ങളും മലകളും പീഠഭൂമികളും താഴ്ന്ന പ്രദേശങ്ങളുമെല്ലാം തട്ടിനിരത്തി ഭൂഗോളത്തെ മുഴുവൻ ഒരു നിരന്ന മൈതാനമാക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ മനുഷ്യവംശത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിൽ നിൽക്കാനിടം കിട്ടൂ. وألقت ما فيها وتخلت അതിനകത്തുള്ളത് പുറത്തെറിഞ്ഞ് ശൂന്യമായി തീരുകയും ചെയ്യുമ്പോൾ എത്ര മനുഷ്യർ അതിൽ മരിച്ചു കിടക്കുന്നുണ്ടോ അവരെയൊക്കെയും അത് പുറന്തള്ളും എന്നർത്ഥം. അതേപോലെ അതിനകത്തുള്ള അവരുടെ കർമ്മസാക്ഷ്യങ്ങളും ഒന്നൊഴിയാതെ പുറത്തുവരും. യാതൊന്നും അതിൽ അമർത്തപ്പെട്ടോ ഒളിഞ്ഞോ കിടക്കുകയില്ല. وأذنت لربها وحقت അത് നാഥന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ നാഥന്റെ കൽപ്പന പാലിക്കാൻ അത് കടപ്പെട്ടിരിക്കുന്നു. അന്ത്യദിനമുണ്ടാകുമ്പോൾ എന്താണ് നടക്കുക എന്ന് വ്യക്തമായി പറയുന്നില്ല. എങ്കിലും തുടർന്നു വരുന്ന വിഷയത്തിൽ നിന്ന് അതിപ്രകാരം സ്വയം വ്യക്തമാകുന്നു. മനുഷ്യൻ അവന്റെ നാഥങ്കലേക്ക് നടക്കുന്നു, അവന്റെ സന്നിധിയിൽ ഹാജരാകുന്നു, അവന്റെ കർമ്മപുസ്തകം നൽകുന്നു. ആ കർമ്മപുസ്തകത്തിലെ കണക്ക് പ്രകാരം അവന് രക്ഷാശിക്ഷകൾ ലഭിക്കുന്നു. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه അല്ലയോ മനുഷ്യ, നീ ക്ലേശിച്ച് നിന്റെ നാഥങ്കലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നവനും അവനെ കണ്ടുമുട്ടുന്നവനുമാകുന്നു. ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്വാന പരിശ്രമങ്ങളും ക്ലേശയത്നങ്ങളുമെല്ലാം ഭൗതിക ജീവിതത്തിനും ഭൗതിക താൽപര്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതാണെന്നാണ് നിന്റെ വിചാരം. എന്നാൽ ബോധപൂർവമായാലും അല്ലാതെയായാലും നീ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ നാഥങ്കലേക്കാകുന്നു. ഒടുവിൽ നീ അവങ്കൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. فأما من أوتي كتابه بيمينه പിന്നെ ആർക്ക് സ്വന്തം കർമ്മപുസ്തകം വലതു കൈയിൽ ലഭിക്കുന്നുവോ فسوف يحاسب حسابا يسيرا അവൻ ലഘുവായി വിചാരണ ചെയ്യപ്പെടുന്നു. അവൻ കർക്കശമായി വിചാരണ ചെയ്യപ്പെടുകയില്ല എന്നർത്ഥം. ഓരോരോ കർമ്മങ്ങളും എന്തിനാണ് ചെയ്തതെന്നും അതിന് എന്ത് ന്യായമാണ് സമർപ്പിക്കാനുള്ളതെന്നും അവനോട് എണ്ണി ചോദിക്കുകയില്ല. അവന്റെ നന്മകളോടൊപ്പം തിന്മകളും തീർച്ചയായും ഹാജരാക്കപ്പെടും. എങ്കിലും തിന്മയെ അപേക്ഷിച്ച് നന്മയുടെ തട്ട് ഭാരം തൂകുന്നത് കണ്ട് അവന്റെ കുറ്റങ്ങളോട് വിട്ടുവീഴ്ചയെ അനുവർത്തിക്കുകയും അവന് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ദുഷ്ടജനങ്ങളുടെ വിചാരണയെ വിശുദ്ധ ഖുർആൻ സൂറ അർ-റഅദ് 18-ാം സൂക്തത്തിൽ മോശപ്പെട്ട വിചാരണ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സജ്ജനങ്ങളെക്കുറിച്ച് സൂറ അൽ അഹ്കാഫ് 16-ാം സൂക്തത്തിൽ ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു: ഇക്കൂട്ടരിൽ നിന്ന് നാം അവരുടെ ശ്രേഷ്ഠ കർമ്മങ്ങൾ കൈക്കൊള്ളുന്നു, അവരുടെ തിന്മകളിൽ വിട്ടുവീഴ്ചയരുളുകയും ചെയ്യുന്നു. നബി തിരുമേനി ഇതിനു നൽകിയ വ്യാഖ്യാനം വ്യത്യസ്ത പദങ്ങളിലായി ഇമാം അഹ്മദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസായി, അബുദാവൂദ്, ഹാക്കിം, ഇബ്നു ജരീർ, അബ്ദുബിൻ ഹുമൈദ്, ഇബ്നു മർദവൈഹി തുടങ്ങിയവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൊരു നിവേദനത്തിൽ നബി തിരുമേനി പറയുന്നു: വിചാരണ ചെയ്യപ്പെടുന്ന ആരും നശിച്ചതു തന്നെ. ഇത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു: കർമ്മപുസ്തകം വലതുകൈയിൽ നൽകപ്പെടുന്നവർ ലഘുവായി വിചാരണ ചെയ്യപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ ദൈവദൂതരെ? തിരുമേനി പ്രതിവചിച്ചു: അത് കർമ്മങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുക മാത്രമാകുന്നു. എന്നാൽ ചോദ്യങ്ങൾക്ക് വിധേയനാകുന്നവൻ നശിച്ചു. ഒരു നിവേദനത്തിൽ തിരുമേനി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു: അല്ലാഹുവേ, മുഹമ്മദിനെ ലഘുവായി വിചാരണ ചെയ്യണമേ. തിരുമേനി സ്വലാം വീട്ടിയ ശേഷം ഞാൻ അതിന്റെ താൽപര്യമാരാഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു: ലഘുവായ വിചാരണയെന്നാൽ അടിമയ്ക്ക് അവന്റെ കർമ്മങ്ങൾ കാണിച്ചുകൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യുകയാകുന്നു. ആയിഷ, അന്ന് ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നവൻ നശിച്ചുപോയി. وينقلب إلى أهله مسرورا പിന്നെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായി മടങ്ങുകയും ചെയ്യുന്നു. സ്വന്തക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശ്യം അയാളുടെ ഭാര്യാസന്താനങ്ങളും ഇതര ബന്ധുജനങ്ങളും കൂട്ടുകാരും അയാളെപ്പോലെ വിട്ടുവീഴ്ചയ്ക്ക് വിധേയരാകും എന്നാണ്. وأما من أوتي كتابه وراء ظهره എന്നാൽ കർമ്മപുസ്തകം മുതുകിന്റെ പിന്നിലൂടെ ലഭിക്കുന്നവനോ
കർമ്മപുസ്തകം ഇടതു കൈയിൽ ലഭിക്കുന്നവർ എന്നാണ് സൂറ അൽ ഹാഖയിൽ പറഞ്ഞത്. മുതുകിന് പിന്നിലൂടെ കർമ്മപുസ്തകം ലഭിക്കുന്നവർ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ സ്വഭാവം മിക്കവാറും ഇങ്ങനെയായിരിക്കണം. തനിക്ക് വലതു കൈയിൽ കർമ്മപുസ്തകം ലഭിക്കുന്നതല്ല എന്ന് അയാൾക്ക് നേരത്തെ തന്നെ അവബോധമുണ്ടായിരിക്കും. അയാൾ നേരത്തെ തന്നെ നിരാശനായിരിക്കും. സ്വന്തം കർമ്മങ്ങളെക്കുറിച്ച് അയാൾക്ക് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് തന്റെ കർമ്മപുസ്തകം ഇടതു കൈയിലാണ് ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ സകല ജനത്തിന്റെയും മുന്നിൽ വെച്ച് ഇടതു കൈയിൽ കർമ്മപുസ്തകം സ്വീകരിക്കുന്നതിൽ അയാൾക്ക് അപമാനം തോന്നുന്നു. അതുകൊണ്ട് അയാൾ കൈ പിന്നോട്ടാക്കിയാണത് വാങ്ങുക. എന്നാൽ ഈ ഉപായം കൊണ്ട് സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഭാണ്ഡം കൈപ്പറ്റുന്നതിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാനാവില്ല. കൈ മുന്നോട്ട് നീട്ടിയിട്ടായാലും പിന്നിൽ ഒളിപ്പിച്ചിട്ടായാലും ശരി, അയാളത് കൈയിലെടുക്കുക തന്നെ വേണ്ടിവരും. فسوف يدعو ثبورا അവൻ മരണത്തെ വിളിച്ചുകൊണ്ടിരിക്കും. ويصلى سعيرا കത്തിക്കാളുന്ന അഗ്നിയിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. إنه كان في أهله مسرورا അവൻ സ്വജനങ്ങളിൽ നിഗളിച്ചു നടന്നവനായിരുന്നു. അയാളുടെ അവസ്ഥ സച്ചരിതനായ ദേവദാസന്റേതിൽ നിന്ന് ഭിന്നമായിരുന്നു. അതേപ്പറ്റി സൂറ അത്തൂർ 26 സൂക്തത്തിൽ പറയുന്നു, സച്ചരിതർ തങ്ങളുടെ കുടുംബത്തിൽ ഭയഭക്തിയോടെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അതായത് കുടുംബത്തോടും കുട്ടികളോടുമുള്ള സ്നേഹാധിക്യത്താൽ അവർക്ക് ഭൗതിക സുഖം നേടിക്കൊടുക്കാനുള്ള തിരക്കിൽപ്പെട്ട് സ്വന്തം പരലോകം നഷ്ടപ്പെടാനിടയായേക്കുമോ എന്ന് അവർ സദാ ഭയന്നിരുന്നു. ഇടതുകൈയിൽ കർമ്മപുസ്തകം വാങ്ങുന്നവരുടെ അവസ്ഥ ഇതിന് നേരെ വിപരീതമായിരുന്നു. അവൻ കുടുംബത്തിൽ ആഹ്ലാദഭരിതനും ആഡംബര പ്രമത്തനുമായിരുന്നു. ഭാര്യാസന്തതികളെ ആർഭാടത്തിൽ ആറാടിച്ചിരുന്നു. അവർക്ക് ആഡംബര സാമഗ്രികൾ ഒരുക്കിക്കൊടുക്കുന്നതിന് എത്ര തന്നെ നിഷിദ്ധവും നികൃഷ്ടവുമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിനും അവൻ മടിച്ചിരുന്നില്ല. അവരുടെ രസത്തിനും ഉല്ലാസത്തിനും വേണ്ടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എന്തുമാത്രം ചവിട്ടി മെതിക്കപ്പെടുന്നുവെന്ന് ചിന്തിച്ചതുമില്ല. إنه ظن أن لن يحور ഒരിക്കലും തിരിച്ചു പോകേണ്ടതില്ല എന്നായിരുന്നു അവൻ ധരിച്ചിരുന്നത്. بلى إن ربه كان به بصيرا എങ്ങനെ തിരിച്ചു പോകേണ്ടതില്ലാതിരിക്കും? അവന്റെ നാഥൻ അവന്റെ ചെയ്തികൾ നന്നായി വീക്ഷിക്കുന്നുണ്ടായിരുന്നുവല്ലോ. അവൻ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ചെയ്തികളെല്ലാം അവഗണിച്ച് അവനെ വിളിച്ച് വിചാരണയൊന്നും നടത്താതെ വിട്ടയക്കുക എന്നത് അള്ളാഹുവിന്റെ നീതിക്കും ജ്ഞാനത്തിനും വിരുദ്ധമാകുന്നു. فلا أقسم بالشفق ആകയാൽ അല്ല, അസ്തമയ ശോഭയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. والليل وما وسق രാവിനെയും അത് ഉൾക്കൊണ്ടിട്ടുള്ളതിനെക്കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. والقمر إذا اتسق പൗർണമി ചന്ദ്രനെയും സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു. لتركبن طبقا عن طبق നിങ്ങൾ ക്രമാനുഗതമായി ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. നിങ്ങൾ ഒരേ നിലയിൽ തന്നെ കഴിയുന്നവരല്ല. ശൈശവത്തിൽ നിന്ന് യൗവനം, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യം, വാർദ്ധക്യത്തിൽ നിന്ന് മരണം, മരണത്തിൽ നിന്ന് ബർസഖ്, ബർസഖിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പ്, ഉയിർത്തെഴുന്നേൽപ്പിൽ നിന്ന് വിചാരണാസഭ, കർമ്മരേഖ, പിന്നെ രക്ഷാശിക്ഷകൾ. അങ്ങനെ ഒട്ടേറെ ദശകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ സംഗതിക്ക് 3 കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചതിനു ശേഷമുണ്ടാകുന്ന ശോഭ, പകലിനു ശേഷമുണ്ടാകുന്ന ഇരുട്ടും, അതിൽ പകൽ സമയം ഭൂമിയിൽ വ്യാപിച്ചിരുന്ന മനുഷ്യരും ജന്തുക്കളും കൂടണയുന്നതും, പടിപടിയായി പൂർണ്ണത പ്രാപിക്കുന്ന ചന്ദ്രക്കലയും. മനുഷ്യൻ വസിക്കുന്ന ഈ പ്രപഞ്ചത്തിലെവിടെയും സ്ഥിരമായ അവസ്ഥയില്ലെന്ന് പ്രത്യക്ഷമായി സാക്ഷ്യപ്പെടുത്തുന്ന ചില പ്രതിഭാസങ്ങളാണിവ. എങ്ങും നിരന്തരമായ മാറ്റവും ക്രമാനുഗതമായ പരിവർത്തനവും ദൃശ്യമാകുന്നു. അതുകൊണ്ട് മരണത്തോടെ കഥ തീർന്നുപോകും എന്ന അവിശ്വാസികളുടെ വിചാരം ശരിയല്ല. فما لهم لا يؤمنون എന്നാൽ ഈ ജനത്തിനെന്തു പറ്റി? അവർ വിശ്വസിക്കുന്നില്ലല്ലോ. وإذا قرئ عليهم القرآن لا يسجدون അവരുടെ മുമ്പിൽ
ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ പ്രണാമം ചെയ്യുന്നുമില്ല. അവരുടെ മനസ്സിൽ ദൈവഭയമുണ്ടായിരുന്നില്ല. അവർ അവന്റെ മുന്നിൽ തലകുനിക്കുന്നുമില്ല. ഇവിടെ സുജൂദ് ചെയ്യുക എന്നത് നബി തിരുമേനിയുടെ പ്രവൃത്തിയിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ളതാകുന്നു. ഇമാം മാലിക്കും മുസ്ലിമും നസായിയും അബൂ ഹുറൈറയെക്കുറിച്ച് ഇപ്രകാരം നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമസ്കാരത്തിൽ ഈ സൂറ പാരായണം ചെയ്ത് ഈ സ്ഥലത്തെത്തിയപ്പോൾ സുജൂദ് ചെയ്യുകയും നബി തിരുമേനി ഈ സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ടുള്ളതായി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. അബൂ റാഫി പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും അബൂ ദാവൂദും നസായിയും ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ ഇശാ നമസ്കാരത്തിൽ ഈ സൂറ ഓതുകയും സുജൂദ് ചെയ്യുകയും ഉണ്ടായി. ഞാൻ അതിന്റെ കാരണമാരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അബുൽ ഖാസിമിന്റെ പിന്നിൽ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം ഈ സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മരണം വരെ ഞാൻ ഈ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കും. മുസ്ലിമും അബൂ ദാവൂദും തിർമിദിയും നസായിയും ഇബ്നു മാജയും മറ്റും ഉദ്ധരിച്ച ഒരു നിവേദനത്തിൽ അബൂ ഹുറൈറ പറയുന്നു, ഞങ്ങൾ നബി തിരുമേനിയുടെ പിന്നിൽ ഈ സൂറയിലും അലഖ് എന്ന സൂറയിലും സുജൂദ് ചെയ്തിട്ടുണ്ട്. ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ. എന്നല്ല, ഈ നിഷേധികൾ തള്ളിപ്പറയുകയാണ്. വല്ലാഹു അഅലമു ബിമാ യൂഊൻ. എന്നാലോ ഇവർ സ്വന്തം കർമ്മപുസ്തകത്തിൽ ചേർത്തുകൊണ്ടിരിക്കുന്നതെന്തും അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. മറ്റൊരാശയം ഇങ്ങനെയുമാകാം. അവർ മനസ്സുകളിൽ നിറച്ചുവെച്ചിട്ടുള്ള അവിശ്വാസത്തിന്റെയും ധിക്കാരത്തിന്റെയും സത്യവിരോധത്തിന്റെയും ദുർവിചാരങ്ങളുടെയും ദുഷ്ടതകളുടെയും മാലിന്യങ്ങൾ അല്ലാഹുവിന് നന്നായി അറിയാം. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അതുകൊണ്ടവർക്ക് നൊമ്പരമേറിയ ശിക്ഷയുടെ സുവാർത്ത നൽകിക്കൊള്ളുക. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവർക്കൊഴിച്ച് അവർക്കുള്ളതാകുന്നു അവസാനിക്കാത്ത കർമ്മഫലം.